ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാലേട്ടൻ നായകനെത്തുന്ന ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണല്ലോ ബറോസ്. സെപ്റ്റംബർ 12 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് കഴിഞ്ഞ ദിവസം ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇപ്പോഴത്തെ സിനിമയുടെ കേരളത്തിലെ തിയേറ്റർ സ്റ്റാർട്ടിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട തിയേറ്ററുകളായ തൃശൂർ രാഗം തിയേറ്റർ, ഒപ്പം തന്നെ കോട്ടയത്തെ അഭിലാഷ് തിയേറ്റർ കൂടാതെ ആനന്ദ് തിയേറ്റർ എല്ലാം തന്നെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. വമ്പൻ റിലീസോടെ കൂടുതൽ വലിയ സ്ക്രീനുകളിൽ സിനിമ റിലീസ് ചെയ്യുമെന്നതിന്റെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമയാണല്ലോ. മെയ് 16 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെയും ബേസൽ ജോസഫിന്റെയും സാന്നിധ്യത്തിൽ ഈ വരുന്ന മെയ് 10 സിനിമയ്ക്ക് ട്രെയിലർ ലോഞ്ച് ഇവന്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. കാത്തിരിക്കാം സിനിമയുടെ ട്രെയിലർ മറ്റന്നാൾ കാണുവാനായിട്ട്. ജൂണിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ധനുഷിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമയാണല്ലോ രായൻ. അടങ്ങാത്ത അസുരൻ എന്ന വരികളിൽ തുടങ്ങുന്ന സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ നാളെ വ്യാഴാഴ്ച പുറത്തു വരുന്നതാണ്. നാളെ ഒരു പുതിയ മലയാളം സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. ജോജു ജോർജ് നായകനെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയുടെ പേര് ആരോ എന്നാണ്. ആന്റണിക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ജോജു സിനിമ അറിഞ്ഞിട്ടും വളരെ ചുരുക്കം പേർക്ക് മാത്രം അറിയാവുന്ന ഒരു സിനിമയായിട്ട് ആരോ മാറുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ എല്ലാം തന്നെ കാണുമ്പോൾ ഒരു സീരിയൽ നിലവാരം പോലും ചിത്രത്തിന്റെ ട്രെയിലറിനെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാത്തിരിക്കൂ സിനിമയുടെ അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട്. പുഷ്പയുടെ രണ്ടാം ഭാഗമായ പുഷ്പ ദി റൂൾ എന്ന സിനിമയുടെ കേരള തിയേറ്റർ റൈറ്റ്സ് അങ്ങനെ വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലു അർജുൻ നായകനെത്തുന്ന സുകുമാർ സംവിധാനം ചെയ്ത സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ കേരള തിയേറ്റർ റൈറ്റ്സ് ഇപ്പോഴത്തെ E4 എന്റർടൈൻമെന്റ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഒരു ഘട്ടത്തിൽ ഗോകുല മൂവീസ് സ്വന്തമാക്കിയേക്കുമെന്ന റൂമറുകൾ ഉണ്ടായിരുന്നു. എന്തായാലും കാത്തിരിക്കൂ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. തഗ് ലൈഫ് എന്ന സിനിമയിലേക്ക് സെലംബറസൻ STR ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വീഡിയോ കണ്ടന്റ് എല്ലാം തന്നെ തഗ് ലൈഫിന്റെ അണിയറ പ്രവർത്തകർ ഇപ്പോഴത്തെ പുറത്തുവിട്ടിരിക്കുകയാണ്. കമലഹാസൻ നായകനെത്തുന്ന മണിരത്നം സംവിധാനം ചെയ്യുന്ന സിനിമ ഈ വർഷം 2024 അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയാണ് ലെവൽ ക്രോസ്. ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഈ മെയ് 12 വൈകിട്ട് 8 മണിക്ക് കൊച്ചി ലുലുമാളിൽ വെച്ച് സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടക്കുകയാണ്. ചിത്രം തലവൻ എന്ന സിനിമയ്ക്ക് ശേഷം വേഗത്തിൽ തന്നെ ആസിഫിന്റെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയായിട്ട് മാറുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ബസൂക്ക നേരത്തെ ഷൂട്ടിംഗ് പൂർത്തിയായ സിനിമ പാക്കപ്പ് ആയി എന്നൊക്കെയാണ് നാം കരുതിയെങ്കിൽ മമ്മൂട്ടി നായകനെത്തുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇനിയും പൂർത്തിയായിട്ടില്ല. 3 ദിവസത്തെ ചിത്രീകരണം ഇനിയും ബാക്കിയുണ്ട് എന്നാണ് ഏറ്റവും അവസാനമായിട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ പലതവണ റീഷൂട്ടിംഗ് അടക്കം നടന്ന സിനിമ ഇപ്പോഴത്തെ വീണ്ടും റീഷൂട്ട് ചെയ്യുകയാണോ അതല്ലെങ്കിൽ ഇനി പുതിയ രംഗങ്ങൾ ആഡ് ചെയ്യുകയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പലതവണ ചിത്രീകരണം നടക്കുന്ന സിനിമയായിട്ട് ബസൂക്ക മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ മമ്മൂക്കയുടെ ബസൂക്ക അപ്ഡേറ്റുകൾ കേട്ട്.